ഹായ് ഫ്രണ്ട്സ്, എൻ്റെ രണ്ട് സൈഡിലിരിക്കുന്നുണ്ടോ ഇതെല്ലാം ജമന്തിയാണ്. നമ്മുടെ നാട്ടിൽ ജമന്തി എന്ന് പറയും, പിന്നെ പലയിടത്ത് ബന്ദിപ്പൂ എന്നൊക്കെ പറയുന്ന മാരിഗോൾഡ്. ഓണം സമയമാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണിത്. നമ്മുടെ നാട്ടിൽ അത്തപ്പൂ ഇടാനായിട്ട് യൂഷ്വലി തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരുന്ന ജമന്തിപ്പൂ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് അത്യാവശ്യം പോപ്പുലറായിട്ട് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ബന്ദിപ്പൂ നല്ല സക്സസ്ഫുള്ളായിട്ട് കൃഷി ചെയ്ത് വിളയിച്ച ആൾക്കാരെ പറ്റി. അപ്പോൾ ഇപ്രാവശ്യം ഞാനും കുറച്ച് ബന്ദിപ്പൂവിൻ്റെ പ്ലാന്റ്സ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറേ പ്ലാന്റ്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ സൈസായിട്ടുള്ള തൈകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി ഈ ബന്ദി തൈനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, പിന്നെ ഇതിനെ നടുന്ന രീതിയും പറഞ്ഞുതരാം. നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ബെഡ് വെച്ചിട്ട് അതിനകത്താണ്. പിന്നെ ഇവിടെ നമ്മുടെ പ്ലോട്ടിൽ കുറച്ച് ഗ്രോ ബാഗിലും കൃഷി ചെയ്ത് നോക്കുന്നുണ്ട്, എങ്ങനെ വരും എന്നറിയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രോ ബാഗിൽ എങ്ങനെ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. ബെഡ് നമ്മൾ തയ്യാറാക്കുന്നതേ ഉള്ളൂ. ഓണത്തിന് വേണ്ടി വിളവെടുക്കാനായിട്ട് ഓൾമോസ്റ്റ് നമുക്കൊരു ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെയാണ് പ്ലാന്റ് നടേണ്ടത്. നമ്മുടെ ഇരിക്കുന്നത് ഏകദേശം 3 ആഴ്ച പ്രായമായ 4 ഇലയൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മൾ 4 ഇലകൾ തൊട്ട് 6 ഇലകൾ വരെയുള്ള സൈസാവുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 തൊട്ട് 60 ദിവസത്തിനകത്ത് തന്നെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഹാർവസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജൂലൈ ഫസ്റ്റ് വീക്ക് വയ്ക്കുമ്പോഴേക്കും ഓണത്തിന് കറക്റ്റായിട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ആ ഒരു ടൈമിൽ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ കൃഷിഭവനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിച്ചിട്ട് എപ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓണത്തിന് കിട്ടുമെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കുക, അതിനുശേഷം മാത്രം വയ്ക്കുക. അപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ്. മഞ്ഞ ഇൻഡസിൻ്റെയും ഓറഞ്ച് അശോക ഓറഞ്ച് എന്ന് പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റീസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നട്ടിട്ട് എത്ര ദിവസത്തിൽ ഫ്ലവർ കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ നടീൽ രീതിയെ പറ്റി ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് എന്തൊക്കെ വളം ചേർക്കണം, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കെയർ കൊടുക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമ്മുടെ ഇരിക്കുന്നത്. കണ്ടില്ലേ, ഏകദേശം ഈ സൈസായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 4 ഇലകൾ വീതം വന്നിട്ടുണ്ട് ഓരോന്നിലും. ഇനിയിപ്പോൾ തൊട്ട് നമുക്കിത് സെയിലിന് തുടങ്ങാം. ഏകദേശം ഒരു 2 ഇലയും കൂടെ വരുന്ന സമയമാകുമ്പോഴേക്കും ഇതെല്ലാം സെയിൽ ചെയ്ത് തീരും. അപ്പോൾ 4 തൊട്ട് 6 ഇല വരുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 6 ഇലയൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഇത് ഈ സൈസൊക്കെ വരും. ഇപ്പോഴേക്കും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് ഇവിടെ തണ്ടിലൊക്കെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ നമ്മൾ മണ്ണിൽ താഴ്ത്തിയങ്ങ് നടാം. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന രീതി. അപ്പോൾ കൂടുതൽ വേര് നമ്മുടെ പ്ലാന്റിലുണ്ടായിട്ട് നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നല്ല തണ്ടൊക്കെ നല്ല മുറ്റി മൂത്ത തണ്ടുകളുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ചിൻ്റെ മഞ്ഞയുടെ വെറൈറ്റി ഉണ്ട്. ഇത് കൂടാതെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വൈറ്റിൻ്റെ വെറൈറ്റിയും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. വൈറ്റ് അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുള്ളൂ. ആരെങ്കിലും വേണമെങ്കിൽ നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്യാം. അപ്പോൾ ഏതായാലും ഈ പ്ലാന്റ്സ് നമ്മൾ വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ. ഡിമാൻഡ് എങ്ങനെയാണ്, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ബെഡെല്ലാം തയ്യാറാക്കിയിട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അയച്ചു തരുമ്പോഴേക്കും പ്രോട്രയിൽ നമുക്ക് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ നേരിട്ട് വന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രോട്രയിലോട്ട് തരാൻ പറ്റും. അതല്ല, പ്രോട്രയിലല്ല, നമ്മൾ ബോക്സിലാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ ഇതെല്ലാം പ്രോട്രയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ബോക്സിനകത്ത് അടുക്കിയിട്ടായിരിക്കും അയക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഈ ബോക്സ് പാഴ്സൽ നിങ്ങൾ കിട്ടിയ ഉടനെ നിങ്ങൾക്ക് ഇതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളെ ലാൻഡ് റെഡിയാക്കി കിട്ടണം. അപ്പോൾ ലാൻഡ് പ്രിപ്പറേഷനെ പറ്റി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ, ഒന്ന് കണ്ടു നോക്കുക. ഇതേ വെറൈറ്റി ജമന്തിപ്പൂ നമ്മൾ പച്ചക്കറിക്കിടയിൽ കീടനിയന്ത്രണത്തിനായിട്ട് സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. മഞ്ഞ ഇപ്പോൾ ഏകദേശം ഫ്ലവർ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിൽ ഒരുപാട് പെറ്റൽസ് വരുന്നൊരു വെറൈറ്റിയാണ് ഈ ജമന്തി തൈകൾ. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. നമുക്കിതിൻ്റെ നേരെ പ്ലാന്റിങ്ങിൻ്റെ കാര്യത്തിലോട്ട് നോക്കാം. എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഓരോരുത്തരും മണ്ണിൻ്റെ ഘടന അനുസരിച്ച് കുമ്മയൊക്കെ ചേർത്ത് നന്നായിട്ട് അടിവളമൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കണമെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ജമന്തി കൃഷിയിലേക്ക് ഇറങ്ങാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വേരോടിയ തൈകളാണ് ഇതേ, കണ്ടില്ലേ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന ടൈം കഴിഞ്ഞാണ്. അപ്പോൾ കുറച്ച് ഇത് ഓവർ ഗ്രൗണ്ട് ആണ്. പക്ഷേ ഇതിനേക്കാളും ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേരോടിയ തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതുണ്ടല്ലേ, കഴിഞ്ഞ ബാച്ചിൽ സെയിൽ കഴിഞ്ഞതിന് ശേഷം മിച്ചം വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 4-5 ആഴ്ചയോളം പ്രായമുണ്ട്. ഇത്രയും സൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നടേണ്ട സമയം കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിനായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് വേരോടിയ തൈകളാണ് അയച്ചു തരുന്നത്. കണ്ടില്ലേ, നടാനായിട്ട് വേറെ ഒന്നുമില്ല. നമ്മൾ ഗ്രോ ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഗ്രോ ബാഗിനകത്ത് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സാധാരണ മണ്ണാണ്. പിന്നെ വേരോട്ടത്തിനും നല്ലവണ്ണം വായു സഞ്ചാരത്തിനും കുറച്ച് ചകിരിച്ചോറും ഒക്കെ കൂടി ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ജൈവവളമുള്ള സാധാരണ മണ്ണ്. അത്യാവശ്യം അടിവളമൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അടുത്ത വളപ്രയോഗം 20 ദിവസം കഴിഞ്ഞിട്ടാണ്. അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മളിതിനകത്ത് അത്യാവശ്യം നല്ല താഴ്ചയിൽ ഇതിനെ പ്ലാന്റ്സിന് നടുന്നേ ഉള്ളൂ. താഴ്ച നടാൻ കാരണം നമ്മുടെ ഈ സൈഡിലൊക്കെ വേര് വരുന്ന കണ്ടിട്ടില്ലേ,
അപ്പോൾ ഈ വേരൊക്കെ നമ്മൾ മണ്ണിനടി പോയി കഴിഞ്ഞാൽ ഒരുപാട് വേരോട്ടം വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് താഴ്ത്തി നടന്നത്. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്, കറക്റ്റ് ആവണമെന്നില്ല, ഏതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അപ്പോൾ മഴവെള്ളം നന്നായിട്ട് വീഴുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ വെള്ളം വീണിട്ട് ഇത് ചരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഇതിൻ്റെ ലുക്കൊക്കെ പോവും. അതുപോലെ ചരിഞ്ഞ് വീഴുന്നിടത്ത് ഇഷ്ടംപോലെ വേര് തണ്ടിന്ന് വരും. അങ്ങനെ ചെടിയുടെ മൊത്തം ലുക്ക് പോവും, ഫ്ലവേഴ്സ് ചെറുതാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് മഴയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിനെ താങ്ങ് കൊടുത്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക. മറിഞ്ഞ് വീഴാതിരിക്കാൻ കമ്പോ എന്തെങ്കിലും കുത്തി താങ്ങ് കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എല്ലാ പ്ലാന്റ്സും നടന്നു. ഇതിപ്പോൾ വലിയ ഗ്രോ ബാഗാണ്, അതുകൊണ്ട് ഞാൻ ഓരോന്നിനും 2 വെച്ച് നടുകയാണ്. നമ്മളിവിടെ ഈ ഫാമിൽ നടുന്നത് മെയിനായിട്ട് പൂവിന് വേണ്ടിയിട്ടല്ല, കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് ഫ്ലവർ കിട്ടുകയാണെങ്കിൽ അത്തപ്പൂക്കളോടെ യൂസ് ചെയ്യാം. അപ്പോൾ കളകളൊക്കെ ഉണ്ടെങ്കിൽ മുഴുവൻ റിമൂവ് ചെയ്യുക. ഉറച്ചിരിക്കുന്ന മണ്ണാണെങ്കിൽ തട്ടി ലൂസ് ചെയ്യുക. അതിന് ശേഷം മാത്രം നന്നായിട്ട് ഇറക്കി നടുക. ഇത്രയേ ഉള്ളൂ, നടീൽ പരിപാടി കഴിഞ്ഞു. നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജലസേചനം ചെയ്യണം. കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് നനയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നനയണം. ആ മണ്ണൊക്കെ ഒന്ന് വേരിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് നനയ്ക്കണം. അതിന് ശേഷമുള്ള നന അഡ്ജസ്റ്റ് ചെയ്ത് മതി, മഴയൊക്കെ നോക്കിയിട്ട് മതി. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കേണ്ട, വേര് ചീഞ്ഞു പോകും. ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ അടുത്ത വളപ്രയോഗം 20 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് മണ്ണൊക്കെ ഒന്ന് വെട്ടി കൂട്ടി വെച്ചിട്ട് കുറച്ചുകൂടെ തണ്ട് മണ്ണിനടി പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം വളമിടാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ വേരുകൾ എൻ്റെ തണ്ടിൽ നിന്ന് വരും, അതിന് വേണ്ടിയിട്ടാണ്. സോ ഫ്രണ്ട്സ്, ഇനി അധികം സമയമില്ല, ഓണം എത്താറായി. ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. തൈകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയുകയോ ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നേ ഉള്ളൂ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.